ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് നമ്മൾ ലിൻസീസ് ലിങ്കിൽ കാണാൻ പോകുന്ന ഒരു പുട്ടു ബിരിയാണിയാണ്. അന്നേരം നമ്മൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് പ്ലീസ് സബ്സ്ക്രൈബ് ലിൻസീസ് ലിങ്ക്. അതിനോടൊപ്പം തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അന്നേരം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പുട്ടിനാവശ്യമായ ഉപ്പും പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് പുട്ട് നനച്ചെടുക്കുക. പുട്ട് എപ്പോഴും നനയ്ക്കുമ്പോൾ ലേശം തുള്ളി വെള്ളം തളിച്ച് വേണം നമ്മൾ പുട്ട് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പുട്ടിന് കൂടുതൽ മാർദ്ദവം കിട്ടാൻ വേണ്ടി നമ്മൾ തലേന്നേ പുട്ട് നനച്ച് വെച്ചിട്ട് പിറ്റേന്ന് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ പുട്ടൊന്ന് നനച്ചിട്ട് മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ പുട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പുട്ട് നനച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് സവാള വറുത്തതും അതുപോലെ തന്നെ കറിവേപ്പില വറുത്തതും പിന്നെ കുറച്ച് നട്ട്സും അതുപോലെ തന്നെ റേസിൻസും നമ്മുടെ കാഷ്യൂനട്ടും അതുപോലെ തന്നെ കുറച്ച് ഉണക്ക മുന്തിരിങ്ങയും കൂടെ ഞാൻ നെയ്ക്കകത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്താണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അതുപോലെ നമുക്ക് ബിരിയാണിക്കകത്ത് എന്തൊക്കെ വേണോ അതെല്ലാം നമ്മൾ ഈ പുട്ടുപൊടിയുടെ കൂടെ ചേർത്ത് തിരുമ്മി വെക്കും. ഓക്കെ, അന്നേരം കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും കൂടെ ഞാൻ കനം കുറച്ച് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മിക്സ് എല്ലാം കൂടി ചേർത്ത് നമ്മുടെ പുട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് എടുക്കുക. ഓക്കെ, അന്നേരം നമ്മുടെ പുട്ടിൻ്റെ ബിരിയാണിയുടെ മിക്സ്, അത് പുട്ടുപൊടിയുടെ മിക്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, നല്ല സോഫ്റ്റ് പുട്ടുപൊടി നനയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായി മൃദുവായി നനച്ച് എടുക്കുക. ഒട്ടും കട്ട പിടിക്കാതെ വളരെ സോഫ്റ്റ് പൊടിയായിട്ട് എടുക്കുക. ഓക്കെ, അന്നേരം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ലിൻസീസ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ബെൽ ബട്ടൺ നിൽക്കുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അന്നേരം നമ്മുടെ പുട്ടുപൊടിക്ക് പിന്നെ ഒരു അഡീഷണൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ ചെറുതായിട്ട് ഉണ്ടെങ്കിൽ അരിഞ്ഞ് ചേർക്കുക. ഇല്ല എങ്കിൽ ഇതുപോലെ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ ചേർക്കുന്നത് പൈനാപ്പിൾ എസൻസാണ്. അന്നേരം പൈനാപ്പിൾ എസൻസ് 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഇങ്ങനെ നനച്ച് നമുക്ക് അടച്ചു വെക്കാം. ഈ സമയത്ത് നമുക്ക് പുട്ടിന് വേണ്ട ഒരു മസാല പ്രിപ്പയർ ചെയ്യാം. അതായത് നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയ ഒരു മസാല. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചുവന്നുള്ളി, കൊച്ചുള്ളി എന്നൊക്കെ പറയും, അത് റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ റിങ് പോലെ അരിഞ്ഞാണ് ഇതിലേക്ക് ചേർത്തേക്കുന്നത്. അന്നേരം നമ്മുടെ കുഞ്ഞുള്ളി ഒന്ന് സോഫ്റ്റായി വരണം. അത്രയും നേരം നമ്മൾ വഴറ്റി കൊടുക്കുക. നല്ലതുപോലെ വഴറ്റി നമ്മുടെ കുഞ്ഞുള്ളി ഒന്ന് സോഫ്റ്റായി മൃദുവായി വരണം. നല്ലപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇത് കൂടെ തക്കാളിയും കൂടെ ചേർത്ത് നമ്മുടെ കുഞ്ഞുള്ളിയുടെ കൂടെ ചേർത്ത് വഴറ്റുക. അന്നേരം തക്കാളിയും കുഞ്ഞുള്ളിയും ഒക്കെ വഴഞ്ഞ് നല്ലൊരു സോഫ്റ്റായിട്ട് വരണം. ആ ഒരു നല്ലപോലെ സോഫ്റ്റായിട്ട് വരുമ്പോൾ നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോൺലെസ് ചിക്കൻ വേണം ഇതിൻ്റെ അകത്ത് പുട്ടിനെടുക്കാൻ വേണ്ടിയിട്ട്. പുട്ട് ബിരിയാണിക്ക് നമ്മൾ ചേർക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. അത് കനം കുറച്ച് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, കാരണം ബോൺലെസ്സുമാണ്. അതുമാത്രമല്ല വളരെ കനം കുറച്ച പീസ് ആക്കിയാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. അതുപോലെ ഇത് നമുക്ക് സവാളയുടെ നമ്മുടെ കുഞ്ഞുള്ളിയുടെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയുടെ കൂടെയൊക്കെ നല്ലതുപോലെ ചേർത്ത് വഴറ്റാം. നടുക്ക് ഇതിന് നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു മസാല ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതായത് ജസ്റ്റ് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഈ 3 കാര്യങ്ങൾ മാത്രം മതി. ഇത് 3ഉം കൂടെ ചേർത്ത് നമ്മുടെ ചിക്കൻ്റെ കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുത്തു, അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആ നടുക്ക് ഉള്ള സ്പേസിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റാം. ഗരം മസാലയുടെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറബിക് ഫ്ലേവറിലാണ് ഈ പുട്ട് ബിരിയാണി ഉണ്ടാക്കാൻ ഇഷ്ടമെങ്കിൽ നമ്മുടെ കബ്സായോ മന്തിയോ അങ്ങനെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും അറബിക് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും ഇതിൻ്റെ ഫ്ലേവറും രുചിയും ഒന്നുകൂടെ മുൻപോട്ട് പോകും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് നമ്മുടെ സ്വാദിനനുസരിച്ച് ചേർക്കുക. ആദ്യം കുറച്ച് ചേർത്തിട്ട് പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം.
അന്നേരം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ സവോള ഫ്രൈ ചെയ്തത്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മല്ലിയിലയും അതുപോലെ തന്നെ പുതിന ഇല, അതുപോലെ തന്നെ പച്ചമുളക് കനം കുറച്ച് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അന്നേരം ഞാൻ ഇതിലേക്ക് ലേശം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് ഇത് വേണമെങ്കിൽ ഇതൊന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്ത് ഇതിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ് ഇതിന് കിട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 5 to 10 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ച് നല്ല ഒരു ഡ്രൈ ആക്കി, ഒരു മസാല ഡ്രൈ ആക്കി. കാരണം ഇത് നമ്മൾ പുട്ടിൻ്റെ ഒരു മിഡിൽ ലെയർ കൊടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇത് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നാരങ്ങ ജസ്റ്റ് നമ്മൾ പിഴിഞ്ഞ് ഒഴിക്കാൻ പോവുകയാണ്. ഓക്കെ, നാരങ്ങയുടെ പിഴിഞ്ഞൊഴിച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പുട്ടു ബിരിയാണി എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റി യമ്മിയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുട്ടുപൊടി എടുക്കാം. ഗോതമ്പ് പൊടിയുടെ ആണെങ്കിൽ ഇഷ്ടമുള്ളെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ അരിപ്പുട്ടാണെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ പുഞ്ച പുട്ടുപൊടി. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന പുഞ്ച പുട്ടുപൊടിയാണ്. അന്നേരം ഞാനിവിടെ പുട്ടിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയതാണ്. ഓക്കെ, തേങ്ങ ചിരകിയത് കൂടെ നമ്മൾ ഒരു ലെയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ എല്ലാ മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലെയർ ചെയ്തെടുക്കാം. ആദ്യം നമുക്കൊരു പുട്ടുകുറ്റി എടുക്കാം. പുട്ടുകുറ്റിയിലേക്ക് ആദ്യത്തെ ലെയർ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സാധാരണ നമ്മൾ എല്ലാ പുട്ടിനും ചെയ്യാറുള്ളത് പോലെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കും. അത് നമ്മുടെ പെട്ടെന്ന് ആ ഫ്രഷായിട്ട് തിരുമുന്ന തേങ്ങയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നത്, അതിനോടൊപ്പം തന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ പുട്ടിൻ്റെ മിക്സ്, അത് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ മിഡിൽ ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ മസാല മിക്സ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് നമുക്ക് പുട്ടിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ബിരിയാണിയുടെ ലെയർ പോലെ തന്നെ, ബിരിയാണി എടുക്കുന്ന പോലെ തന്നെ എല്ലാം ഇങ്ങനെ മിക്സ് ആയിട്ട് എടുക്കാം. ഞാനിപ്പോൾ പുട്ടിൻ്റെ ഷേപ്പിൽ എടുക്കുന്നില്ല. ഇപ്പം ഞാൻ പുട്ടുകുറ്റിയിലാണെങ്കിൽ കൂടിയും അത് ഇടാൻ നേരം ജസ്റ്റ് ഞാൻ അങ്ങ് സ്ക്രാമ്പിൾ ചെയ്തിടും. ഓക്കെ, ലാസ്റ്റ് ലെയർ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ തേങ്ങാ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഇത് നല്ലതുപോലെ ഒന്ന് സ്റ്റീം ചെയ്ത് നമ്മുടെ പുട്ടുപൊടി മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് ലെയർ നമ്മൾ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നു. അതിന് മുകളിലായിട്ട് നമ്മൾ പുട്ടിൻ്റെ മിക്സിനകത്ത് നിങ്ങൾ കണ്ടല്ലോ ഓൾറെഡി നമ്മൾ ക്യാരറ്റ്, അതുപോലെ തന്നെ നട്ട്സ് ചേർത്തിട്ടുണ്ട്, റേസിൻസ്, പിന്നെ മല്ലിയില, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, സവാള വറുത്തതെല്ലാം നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇനി അതിന് മുകളിലേക്ക് നമ്മുടെ കുറച്ച് ചിക്കൻ മസാല ചേർക്കുന്നു. അതിന് മുകളിലായിട്ട് നമ്മൾ പുട്ടിൻ്റെ മിക്സ്, അതായത് ബിരിയാണി പോലെ നമ്മൾ ചെയ്തേക്കുന്ന മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന തേങ്ങയുടെ മിക്സ്. എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റി യമ്മി ആയിട്ടുള്ള ഒരു പുട്ടു ബിരിയാണിയാണിത്. വളരെ യമ്മിയാണ്, നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കണം. അതുകൊണ്ട് ഞാനിവിടെ പുട്ട് ആവി കയറ്റാൻ വേണ്ടി നല്ല സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് സ്റ്റീം കയറട്ടെ. ഓക്കെ, സ്റ്റീം കയറിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുട്ടിൻ്റെ ഷേപ്പിലല്ല ഇവിടെ എടുക്കുന്നത്. ഒരു മിക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.